നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ആനക്കലിയിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായതിൽ ആറളത്ത് ജനരോഷം. വനം മന്ത്രി നേരിട്ടെത്തണമെന്ന് ആവശ്യം. AK ശശീന്ദ്രൻ വിളിച്ച സർവകക്ഷി യോഗവും പരാജയം. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. മതവിദ്വേഷ പരാമർശത്തിൽ PC ജോർജ് ജയിലിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഈരാറ്റുപേട്ട കോടതി. 6 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. ആശാവർക്കർമാരുടെ സമരത്തെ നിരന്തരം അവഹേളിച്ച CPM. സമരത്തിന് പിന്നിൽ ചില അരാജക സംഘടനകളെന്ന് എളമരം കരീം. പൊമ്പിളെ ഒരുമയിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമെന്നും വിമർശനം. തൊഴിലാളി സമരാവകാശം CITUവിന് ചാർത്തി നൽകിയിട്ടില്ലെന്ന് സമരക്കാർ. ആവേശം ചോരാതെ ആശാവർക്കർമാരുടെ സമരം 15ാം ദിവസത്തിൽ. തരൂരിന് പിന്നാലെ കോൺഗ്രസിനെ വെട്ടിലാക്കി മുല്ലപ്പള്ളിയും. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം. ഇത് മറികടന്ന് കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ട് വരണമെന്നാണ് പ്രതീക്ഷയെന്ന് മുല്ലപ്പള്ളി. തരൂരിനെതിരെ കടുത്ത പ്രതികരണത്തിന് മുതിരാതെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. സിനിമാ സമരവുമായി മുന്നോട്ട് പോകാൻ ഫിലിം ചേംബർ. ആന്റണി പെരുമ്പാവൂരിന് വിമർശനം. G. സുരേഷ് കുമാറിന് പൂർണ്ണ പിന്തുണ. സിനിമാ സമരത്തെ പിന്തുണയ്ക്കാനില്ല എന്ന അമ്മ. പ്രതിഫലം കുറയ്ക്കുന്ന കാര്യത്തിൽ താരങ്ങളുമായി സംസാരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. കൃത്രിമ ശ്വാസം കൊടുക്കൽ തുടരുകയാണ്. ആശുപത്രി കിടക്കയിലും ഞായറാഴ്ച പ്രാർത്ഥന നടത്തിയെന്ന് വത്തിക്കാൻ. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. ആറളത്ത് ആദിവാസികളുടെ പ്രതിഷേധം കനക്കുകയാണ്. മൃതദേഹങ്ങൾ കൊണ്ടുവന്ന ആംബുലൻസ് തടഞ്ഞു. വനം മന്ത്രി സ്ഥലത്ത് നേരിട്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. MV ജയരാജൻ ഉൾപ്പെടെയുള്ളവരെയും പ്രതിഷേധക്കാർ തടഞ്ഞു. ഇതിനിടയിൽ ആറളം പഞ്ചായത്ത് ഓഫീസിൽ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗവും പരാജയപ്പെട്ടു. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്താണ് നിലവിലത്തെ സാഹചര്യം? എൽദോ, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന 2 ആംബുലൻസുകളും ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുകയാണ്. അതായത് വീടിന് 100 മീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അതായത് വീട്ടുകാർ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്ന് ആവശ്യപ്പെടുമ്പോഴും പ്രതിഷേധക്കാർ ഇപ്പോൾ ഈ 2 ആംബുലൻസുകളും തടഞ്ഞിട്ടിരുന്നു. അതുമാത്രമല്ല, CPM ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് K. സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥലത്തെത്തിയപ്പോൾ അവരെയും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ജില്ലാ കളക്ടറുടെ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പ്രതിഷേധക്കാർ പറയുന്നത് വനം മന്ത്രി സ്ഥലത്ത് നേരിട്ടെത്തി ഇതിന് കൃത്യമായ ഒരു ഉറപ്പ് ഈ കാര്യങ്ങൾ നൽകണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഈ ആനമതിൽ അതിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നൊരു ആവശ്യം ഇവർ പറയുന്നു. ഒപ്പം കുറ്റിക്കാടുകൾ, ഈ പ്രദേശത്ത് വലിയ തോതിൽ കുറ്റിക്കാടുകളുണ്ട്. ആ കുറ്റിക്കാടുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വെട്ടിമാറ്റണം. അതുകൂടാതെ ഇപ്പോൾ 40ഓളം ആനകളാണ് ഈ പരിസരത്തുള്ളത്. ആ ആനകളെ കാട്ടിലേക്ക് നിർത്തണമെന്ന ആവശ്യം അവർ പറയുന്നുണ്ട്. അത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഈ സംഭവ സ്ഥലത്ത് സന്ദർശിക്കണം, അവിടെ എത്തി തങ്ങൾക്ക് ഉറപ്പ് നൽകണം എന്നാണ് ഇവർ പറയുന്നത്. അല്പസമയം മുമ്പ് ഈ ആറളം ഫാമിന് തൊട്ട് അടുത്തായുള്ള ഒരു സ്ഥലത്ത് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് എത്തിയ ഫയർ എഞ്ചിൻ വരെ ഈ പ്രതിഷേധക്കാർ തടഞ്ഞു. അത്ര വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ആരുടെ വാഹനങ്ങളും ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. മൃതദേഹങ്ങൾ ഇപ്പോഴും ആംബുലൻസിൽ തന്നെ ഉണ്ട്. അത് ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്. രാത്രി 12 മണി വരെ ഈ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ ഇത്തരത്തിൽ പ്രതിഷേധക്കാരുമായി സംസാരിച്ചതിന് ശേഷം ആണ് പിന്നീട് കൊണ്ടുവന്ന സാഹചര്യം ഉണ്ട്. അതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾക്കും മറ്റുമായി കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. അതായത് ഈ വീടിന് 100 മീറ്റർ മാത്രം മാറി അവിടെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ തടഞ്ഞിട്ടുള്ളത്. എന്തായാലും വനം മന്ത്രി എത്താതെ മൃതദേഹങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വിടില്ല. അതുമാത്രമല്ല, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഈ ഭാഗത്ത് പ്രവേശിപ്പിക്കില്ല എന്നതിനെയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്.
പോലീസ് ഒരു ഘട്ടത്തിൽ ലാത്തി വീശാനൊക്കെ നോക്കിയെങ്കിലും പ്രവർത്തകർ പിരിച്ചു പോകാൻ തയ്യാറായില്ല. MP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഈ സ്ഥലത്തുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. എന്തായാലും BJPയും അതുപോലെ തന്നെ UDFും ഇന്ന് ഹർത്താൽ ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിരുന്നു. ഹർത്താൽ പൂർണ്ണമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറന്നില്ല. വലിയ തോതിൽ ഈ പ്രതിഷേധവുമായി ഇവർ ആ രീതിയിൽ ഹർത്താലിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇനിയും AK ശശീന്ദ്രൻ ഇവിടെ എത്തിയാൽ അത് ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടിവരും. ഈ സർവകക്ഷി യോഗം ഇപ്പോഴും ഈ ആറളം പഞ്ചായത്ത് ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 മണിക്ക് AK ശശീന്ദ്രൻ ഇവിടെ എത്തുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ AK ശശീന്ദ്രൻ നേരെ കരിങ്കുടി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർ കാറിന്റെ ബോണറ്റിന് മുകളിലേക്ക് കയറി ഇത്തരത്തിൽ കരിങ്കുടി വീശി പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സർവകക്ഷി യോഗം പുരോഗമിക്കാണ്. ഈ യോഗത്തിൽ പ്രധാനമായും ആനമതിൽ നിർമ്മാണം അതായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു തീരുമാനമുണ്ടാവുക. അത് തന്നെയാണ് ഈ പ്രതിഷേധക്കാരും പറയുന്നത്. ആനമതിൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. ഒരു പക്ഷേ ഈ ആനമതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ 2 ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു. കഴിഞ്ഞ 9 വർഷത്തിനിടെ 18ഓളം ജീവൻ നഷ്ടപ്പെട്ട് അത്രത്തോളം ഗൗരവതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോ അത് സർക്കാർ തലത്തിലോ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വനം വകുപ്പ് മന്ത്രി തന്നെ ആ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ആനമതിൽ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. ഒപ്പം ഇവിടെ 40ഓളം ആനകളുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെയൊക്കെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല ഈ കാര്യത്തിൽ നിന്ന് തന്നെ അവർ പറയുന്നു. എന്തായാലും അവർ പറയുന്നതിലും ഒരു വലിയ ന്യായമുണ്ട്. കാരണം 2000ഓളം ആദിവാസി സമൂഹങ്ങളെ പുനരധിവസിച്ച ഒരു സ്ഥലമാണ്. ഈ പുനരധിവാസ കേന്ദ്രത്തിലാണ് വലിയ തോതിൽ കാട്ടാന ആക്രമണമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈജു, ഈ ആറളം ഫാമിലെ ഈ കാട്ടാനകളുടെ ആക്രമണം, ആനകൾ അവിടെ എത്തുന്നതൊക്കെ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പതിവായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരമല്ലേ ഈ പുനരധിവസിപ്പിക്കപ്പെട്ട ഈ ആദിവാസികൾ ആവശ്യപ്പെടുന്നത്? ഈ സർവകക്ഷി യോഗത്തിൽ ആരൊക്കെയാണ് അവരെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്? തീർച്ചയായും എൽദോ, ഇവർ വളരെ ന്യായമായ കാര്യമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതായത് ഈ ആനമതിൽ നിർമ്മാണം പൂർത്തിയായാൽ ഒരു പരിധിവരെ ഇത് തടയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിയും പറയുന്നത്. അതോടൊപ്പം സോളാർ ഫെൻസിങ് അത്തരത്തിലുള്ള നടപടികളുമായി പോകണം. മാത്രമല്ല ഇപ്പോൾ കശുവണ്ടി സീസൺ കൂടിയാണ്. അതുകൊണ്ട് ഈ ആനകൾ കൂട്ടത്തോടെ കൂടി ഇത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തടയാനുള്ള നടപടി വളരെ അടിയന്തരമായി വേണമെന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും സർവകക്ഷി യോഗത്തിൽ സണ്ണി ജോസഫ് MLA ഉണ്ട്. ഇവിടെ നിന്നുള്ള ഇവരുടെ പ്രതിഷേധക്കാരുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രതിനിധികളുണ്ട്. അപ്പം ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വരും. ആ തീരുമാനം നേരിട്ട് ഈ പ്രതിഷേധക്കാരെ അറിയിക്കണമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഈ വനം വകുപ്പ് മന്ത്രി സംഭവ സ്ഥലത്തെത്തിയാൽ അത് ഏത് രീതിയിൽ കാര്യങ്ങൾ മാറുമെന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം പ്രതിഷേധമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. മന്ത്രി സ്ഥലം സന്ദർശിക്കുമോ എന്നത് കാര്യത്തിൽ ഒരു പക്ഷേ മന്ത്രിയെ തടയുന്ന ഉൾപ്പെടെ വലിയ പ്രതിഷേധം മന്ത്രി എത്തിയാൽ അത്തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം MP ജയരാജനെയും K സുധാകരനും ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിഷേധക്കാർ തടയുകയും അവരെ അകത്ത് കയറ്റിവിടാത്ത ഒരു സാഹചര്യം പോലും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ AK ശശീന്ദ്രൻ ഇവിടെ എത്തിയാൽ അത് ഒരു പക്ഷേ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. ഏതായാലും മന്ത്രി എത്തിയാൽ മാത്രമേ മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. വലിയ പ്രതിഷേധമാണ് ആറളത്ത് നിന്നും ഉയരുന്നത്. അവിടെ ഏത് വിധേനയും ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യം. അത് അവരുടെ ആവശ്യം ന്യായമാണ് താനും. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ അതേസമയം യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ മാസം 27-നാണ് ഉന്നതതല യോഗം. വനം വകുപ്പിന് പുറമെ ധനം, തദ്ദേശം, വൈദ്യുതി, ആരോഗ്യ, ജലസേചന വകുപ്പ് മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കേരളത്തിൽ ഇപ്പോൾ ഈ വന്യജീവി ആക്രമണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെടുന്നുൾപ്പെടെ നിരവധിയായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഈ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വ്യാപകമായ പ്രതിഷേധം. സംസ്ഥാനത്തെ വിവിധ മലയോര മേഖലകളിലടക്കം വന്യജീവി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് പതിവാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ശക്തമാകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചുകൊണ്ട് ഇതിനോടകം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ അത് വന്യജീവി ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിൽ എത്ര കണ്ട് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യം അവലോകനം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇങ്ങനെയൊരു യോഗം ചേരുന്നത്. വരുന്ന 27-ാം തീയതി വൈകുന്നേരം 3:30-ക്ക് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരിക്കും ഈ യോഗം നടക്കുക.
മുഖ്യമന്ത്രിക്ക് പുറമെ മറ്റ് വകുപ്പ് മന്ത്രിമാർ, നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാർ, അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇതിനോടകം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ വിശദീകരിക്കുകയും ചെയ്യും. ഈ സംഭവങ്ങൾ തുടർച്ചയാകുകയും വനമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വനമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷമടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസവും കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അവിടെയാണ് ഈ നടപടികളിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27-ാം തീയതി വൈകുന്നേരം ഉന്നതതല യോഗത്തിന് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ഈ മാസം 27-ന് ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മതവിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജ് ജയിലിലേക്ക്. ജാമ്യാപേക്ഷ തള്ളിയ കോടതി മാർച്ച് 10 വരെയാണ് PC ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തിങ്കളാഴ്ച വൈകിട്ട് 6 മണി വരെ ജോർജിനെ ഈരാറ്റുപേട്ട കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇത് പോലീസിന്റെ അന്വേഷണത്തിന്റെയോ പോലീസിന്റെ നടപടിയുടെ ഭാഗമായിട്ടുള്ള സംഭവമല്ല. ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ നേരത്തെ പറഞ്ഞു, സാധാരണക്കാരന്റെ ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം ഒരു കാവലാളായി, ഒരു എന്താ പറയുക, ഒരു കരുതലായി ഇന്ത്യൻ ജുഡീഷ്യറി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്ന് ഈരാറ്റുപേട്ട കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജില്ലാ കോടതിയിലെയും ഒക്കെ വിധി വന്നിരിക്കുന്നതെന്നാണ് യൂത്ത് ലീഗ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ളത്. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ PC ജോർജ് എവിടെയാണുള്ളത്? എൽദോ പാല ജനറൽ ആശുപത്രിയിലാണ് PC ജോർജ് ഉള്ളത്. വിശദമായ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജാമ്യാപേക്ഷയിലടക്കം PC ജോർജ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദിവസവും രാത്രി ഉറങ്ങുന്നത് ഓക്സിജൻ സപ്പോർട്ടോടുകൂടി, അതായത് പുറത്തു നിന്നുള്ള സപ്പോർട്ടോടുകൂടിയാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് കിടന്നുറങ്ങുന്നത്. ഏതാണ്ട് 12 വർഷമായി ഇതാണ് സ്ഥിതി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഹൃദയത്തിനടക്കം ശ്വാസകോശത്തിനടക്കം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇതിന്റെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പാല ആശുപത്രി നേരത്തെ ഇവിടെ ഈരാറ്റുപേട്ട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പ്രാഥമികമായ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി പാല DYSP ഓഫീസിൽ എത്തിച്ചു. അവിടെ എത്തി വിശദമായ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് പാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും പരിശോധന പൂർത്തിയായാൽ വൈകാതെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈരാറ്റുപേട്ടയിൽ തന്നെയുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിച്ചേരും. മജിസ്ട്രേറ്റ് ഇപ്പുറത്ത് കോടതിയിൽ നിന്ന് അദ്ദേഹം ഈ മജിസ്ട്രേറ്റിന്റെ ഈ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വൈകാതെ ഇവിടേക്ക് 6 മണിക്ക് വരെയാണ് പോലീസിന്റെ കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഏത് ജയിലിലേക്ക് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. സാധാരണഗതിയിൽ പാലാ സബ് ജയിലിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ്, പ്രത്യേക സൗകര്യം ഒരുക്കണം എന്ന് നിർദ്ദേശിച്ചാൽ ഇതുവരെയുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ചുകൊണ്ട് അത്തരം ഒരു നിർദ്ദേശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇത്തരം സെല്ലുണ്ട്, ജയിലിന്റെ സെല്ലുണ്ട്, അവിടെ പാർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇത്തരം സൗകര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജയിലിലേക്ക്, ഇത്തരം സൗകര്യങ്ങളുള്ള സാധാരണഗതിയിൽ സെൻട്രൽ ജയിലിലാണ്, അത്തരം സൗകര്യങ്ങളുള്ള ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരും. പ്രത്യേകിച്ച് PC ജോർജിനെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്തിയ ശേഷം അദ്ദേഹമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് പോലീസിന് കൈമാറുക എന്നാണ് മനസ്സിലാകുന്നത്. എൽദോ റൈറ്റ്. മതവിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന് ജാമ്യമില്ല. 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാദ്യമായിട്ടല്ല PC ജോർജ് വിദ്വേഷ പരാമർശം നടത്തുന്നതും നിയമ നടപടി നേരിടുന്നതും. 3 വർഷം മുൻപ് തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം മുതൽ ഏറ്റവും ഒടുവിൽ ചാനൽ ചർച്ച വരെ നീളുന്നു PC ജോർജിന്റെ വിദ്വേഷ പരാമർശങ്ങളുടെ നിര. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ PC ജോർജിന്റെ രാഷ്ട്രീയ ലൈൻ മാറിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് ദയനീയമായി തോൽക്കുകയും ചെയ്തു. പിന്നീടങ്ങോട്ട് തീവ്ര നിലപാടാണ് പലപ്പോഴും ജോർജ് സ്വീകരിച്ചത്. നിലവിൽ 6 കേസുകൾ, തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും 2 കേസുകൾ വീതം. 2022 ഏപ്രിൽ 30 തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് PC ജോർജ് ആദ്യമായി വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലാകുന്നത്.
മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ വരുന്ന അന്യമതക്കാരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ജോർജ് അന്ന് പറഞ്ഞത്. ഇന്ത്യയെ എത്രയും പെട്ടെന്ന് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നും പരാമർശം. അറസ്റ്റ് ചെയ്ത ഉടനെ ജാമ്യത്തിലിറങ്ങി. മേലാൽ ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്നടക്കമായിരുന്നു തിരുവനന്തപുരം CJM കോടതിയുടെ നിബന്ധന. പക്ഷേ 9-ാം നാൾ വീണ്ടും ജോർജ് ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു. കൊച്ചി വെണ്ണലയിലായിരുന്നു വിദ്വേഷ പ്രസംഗം. വീണ്ടും കേസ്. പഴയ ജാമ്യം റദ്ദാക്കപ്പെട്ടു. PC ജോർജ് ഒരിക്കൽ കൂടി അറസ്റ്റിൽ. ഇത്തവണ ഹൈക്കോടതിയിൽ നിന്ന് 2 കേസുകളിലും ജാമ്യം. കർശന നിബന്ധനകൾ വെച്ച ഹൈക്കോടതി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്ത കേസും ചൂണ്ടിക്കാട്ടി. സംയമനം പാലിക്കാമെന്ന് ജോർജിന്റെ ഉറപ്പ്. ഇതൊക്കെ കഴിഞ്ഞാണ് ജനം ടിവിയുടെ ചർച്ചയിൽ ജോർജ് പഴയ പരിപാടി ആവർത്തിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നായിരുന്നു ചർച്ചയിലെ പരാമർശം. ഇത്തവണ പക്ഷേ ഹൈക്കോടതി ജോർജിന്റെ വാദങ്ങൾ അംഗീകരിച്ചില്ല. പ്രതിയുടെ ഇതുവരെയുള്ള ചെയ്തികൾ സർക്കാർ അക്കമിട്ട് നിരത്തിയത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യം തള്ളിയത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. ശശി തരൂരിനോട് മയപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നടക്കമുള്ള പ്രസ്താവന നടത്തിയിട്ടും കടുത്ത പ്രതികരണത്തിന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ തയ്യാറായില്ല. അതേസമയം പ്രവർത്തക സമിതിയിൽ കേരളത്തിൽ നിന്നുള്ള 3 അംഗങ്ങളിൽ ഒരാളായിട്ടും പാർട്ടി കാര്യങ്ങളിൽ കൂടിയാലോചന ഇല്ലാത്തതാണ് തരൂരിന്റെ വിമർശനങ്ങൾക്ക് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ശശി തരൂരിന്റെ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ അഭിമുഖത്തിന് വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നായിരുന്നു AICC സംഘടനാകാരി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ചെറിയ പ്രശ്നങ്ങളാണ് വലുതായി ഉയർത്തിക്കാട്ടുന്നതെന്നും KC വേണുഗോപാൽ. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. വിമർശനങ്ങൾ പറയുന്നതുകൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് CPMന്റെ ശൈലിയാണ്, അത് ഞങ്ങളുടെ ശൈലിയല്ല. വിമർശനങ്ങളെ ഏത് രീതിയിലായാലും നന്മയുള്ള വിമർശനമാണ്. പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് ഞങ്ങളിപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ കേരളത്തിൽ നിൽക്കുന്നത്. കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിന് താനില്ലെന്നും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ടെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്. എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും ഞാനില്ല. ഇന്റർവ്യൂ നടത്തിയ ആളിനോട് ഞാൻ സംസാരിച്ചതാണ്. അവർ തന്നെ എന്നോട് പറഞ്ഞു, അവരെന്നോട് പറഞ്ഞത് അതിന് മുമ്പ് നടത്തിയ ഇന്റർവ്യൂ ആണ്. CPMന്റെ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. പാർട്ടിക്കുള്ളിലെ നിലവിലെ വിവാദങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കണമെന്നുമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. തനിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ അത് പാർട്ടിക്കുള്ളിലെ പറയൂവെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. ഇതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്കുള്ളിലാണ് ഞാൻ പറയാറ്. ഞാൻ പരസ്യമായിട്ട് പറയാറില്ല. എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതൊക്കെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട പാർട്ടിക്കുള്ളിൽ മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ. തരൂർ കോൺഗ്രസ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഒരു വശത്ത് ശക്തമായിരിക്കെ പ്രകോപനങ്ങൾക്ക് അവസരമുണ്ടാകാതിരിക്കാൻ വിവാദങ്ങളിൽ ജാഗ്രതയോടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂരിന് പിന്നാലെ കോൺഗ്രസിനെ വെട്ടിലാക്കി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇത് മറികടന്ന് കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ട് വരുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുല്ലപ്പള്ളി പ്രതികരിച്ചു. ഈ രീതിയിൽ പോയാൽ കേസുകാരുടെ നേതൃത്വത്തിൽ ഈ രീതിയിൽ പോയാൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാവുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത്. താങ്കൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണം, ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നാണ് എന്റെ ആത്മവിശ്വാസം. ഐക്യത്തോടുകൂടി തന്നെ കോൺഗ്രസ് പോകും. അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട എല്ലാ സാഹചര്യങ്ങളും പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസുകാർ രംഗത്ത് വരും. എനിക്ക് സംശയം ആ കാര്യത്തിലില്ല. ഇതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എളമരം കരീമിന് മറുപടിയുമായി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് S മിനി അവാസ്തവമായ കാര്യങ്ങളാണ് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചത്. കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ നടത്തുന്ന ശ്രമം സമരം ഒത്തുതീർപ്പാക്കാൻ കാണിക്കുന്നില്ല. തൊഴിലാളി സമര മുന്നേറ്റങ്ങളുടെ അവകാശം CATUവിന് ആരും ചാർത്തി നൽകിയിട്ടില്ല. വസതിയിലെത്തിയ ആശാവർക്കർമാരെ കാണാൻ പറ്റില്ലെന്ന് ആരോഗ്യമന്ത്രി ആരെക്കൊണ്ടാണ് പറയിപ്പിച്ചതെന്ന് വ്യക്തമാക്കിയാൽ വിവാദങ്ങൾ അവസാനിക്കുമെന്നും മിനി പറഞ്ഞു.
സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 15ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടയിൽ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എളമനം കരീം ഈ സമരത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ലേഖനം വലിയ ചർച്ചയായി മാറുന്നു. അതിൽ പ്രതികരിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി മിനി നമ്മളോടൊപ്പം ചേരുന്നു. ഈ ലേഖനം ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഓക്കെ, എന്താ അദ്ദേഹം പറയുന്നത്? CITU ആണ് അസംഘടിതരായിരുന്ന ആശാ വർക്കർമാർക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ആദ്യഘട്ടം മുതൽ മുൻപന്തിയിലുണ്ടായിരുന്നത് എന്നാണ്. ഇവിടെ ഇതൊരു കപട രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നതെന്നാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ആദ്യം തന്നെ അവരുണ്ടായിരുന്നുള്ളതൊക്കെ വാദമൊക്കെ അവരിരുന്നോട്ടെ, അവർ അത് എടുത്തോട്ടെ. പക്ഷേ ഈ ദേശാഭിമാനിയിൽ ഇങ്ങനെ കള്ളം എന്തിനാണ് എഴുതി വെക്കുന്നത് മനസ്സിലാവുന്നില്ല. കള്ളം മാത്രം എഴുതി വെച്ചിരിക്കണം. അതിനുവേണ്ടി എത്ര സമയം അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതാണ്. ആ സമയം ഈ ആശാവർക്കർമാരുടെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിൽ വളരെ നന്നായിരുന്നു. അദ്ദേഹം പറയാണ് VS അച്യുതാനന്ദന്റെ കാലത്ത് 3000 രൂപ ഓണറേറിയം നൽകിയിരുന്നു. നമുക്കറിയാം VS അച്യുതാനന്ദന്റെ ഭരണശേഷമാണ് ഉമ്മൻചാണ്ടി ഭരിച്ചത് അല്ലേ? ഉമ്മൻചാണ്ടിക്ക് ശേഷമല്ലേ 2 തവണ പിണറായി. അപ്പോൾ VSന്റെ കാലത്ത് 3000 രൂപ കൊടുത്തു. എന്നിട്ട് പിന്നെ UDF സർക്കാർ വന്നപ്പോൾ അത് 700 രൂപയായിട്ടാണ് സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നത്. 500 നിന്ന് 700 രൂപയാക്കിയത്. അപ്പോൾ ഇതെന്തൊരു കണക്കാണത്? അപ്പോൾ 3000 രൂപ എങ്ങനെയാണ് 700-ൽ പോകുന്നത്? മറ്റൊരു അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ പിന്നെ പിണറായി വന്നപ്പോൾ കൂട്ടിയെന്ന് പറയുന്നത് വളരെ വിചിത്രമായി. കള്ളം പറയുമ്പോൾ തെറ്റിപ്പോവും. കാരണം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കാവുന്ന പിഴവാണ് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ എളമരം കരീമാണ് CITUവിന്റെ സമരവേദിയിൽ നിന്നുകൊണ്ട് JPHന്മാർക്കെതിരെ ആക്രോശം അഴിച്ചുവിട്ടത്, ഭീഷണിപ്പെടുത്തിയത്. അല്ല, അദ്ദേഹം പറയുന്നത് ടാറ്റ എസ്റ്റേറ്റിൽ പെമ്പിള ഒരുമ എന്ന പേരിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരത്തിന് സമാനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന സമരമെന്ന്. ഈ രാജ്യത്തെ സമരത്തിന്റെ കുത്തകയൊന്നും CITUവിന് ആരും എഴുതി കൊടുത്തിട്ടില്ല. പെമ്പിള ഒരുമയിലെ ഇനി അങ്ങോട്ട് സമരങ്ങളുടെ കാലമായിരിക്കും. സമരവിരുദ്ധരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പൊ CITU എന്താ പറയുന്നത്? എല്ലായിടത്തും അവരുടെ യൂണിയനാണ് പ്രബലം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്താ KSRTCയിലെ തൊഴിലാളികൾക്ക് അവർ ശമ്പളം മേടിച്ചു കൊടുക്കാത്തത്? അവർ മറ്റു മേഖലകളിലെ തൊഴിലാളികൾക്ക് ശമ്പളം മേടിച്ചു കൊടുക്കാത്തത്? അല്ല, അതോടൊപ്പം ആരോഗ്യമന്ത്രി താങ്കൾക്കെതിരെ വ്യക്തിപരമായ ഒരു പരാമർശമാണ് കഴിഞ്ഞ ദിവസം. അതായത് അവാസ്തവമായ കാര്യമാണ്. മന്ത്രിയുടെ വസതിയിൽ ചെന്നിട്ട് കാണാൻ അനുവദിച്ചില്ല എന്ന നിങ്ങളുടെ വാദത്തിൽ കഴമ്പില്ല. നിങ്ങൾ അങ്ങനെ ചെന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ ആരോഗ്യമന്ത്രിക്കുള്ള മറുപടി എന്താണ്? ആശാ വർക്കർമാർ കൊടുക്കുന്ന നികുതി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഔദ്യോഗിക വസതി നിലനിൽക്കുന്നത്. അവിടുത്തെ മുഴുവൻ ചെലവും നാട്ടുകാരുടെ ചെലവിലാണ്. അവിടെ ഏതൊരാൾക്കും എപ്പോഴും ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ ഞങ്ങളെ കാണാതിരുന്ന ആരോഗ്യമന്ത്രി അത് കാണാൻ പറ്റില്ല എന്ന് ആരുടെടുത്താണ് പറഞ്ഞു വിട്ടതെന്ന് അവർ വെളിപ്പെടുത്തിയാൽ മതി. അവർ പറയണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയണം അവിടെ വെച്ച് ആരെയും കാണാൻ പറ്റില്ലെന്ന്. അവർ പറഞ്ഞു വിട്ട വ്യക്തി ആരാണെന്ന് അവർ വെളിപ്പെടുത്തിയാൽ മതി. അവിടെ പ്രശ്നം തീർന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഒത്തുതീർപ്പിന് വഴങ്ങില്ല എന്നാണോ? സമരം ഇങ്ങനെ തന്നെ തുടരാനാണോ? ഞങ്ങൾക്ക് സമരം ഒത്തുതീർപ്പാക്കണം. കാരണം ഞങ്ങൾക്ക് ഫീൽഡിലേക്ക് പോകണ്ടേ? ആശാവർക്കർമാർക്ക് ഫീൽഡിലേക്ക് പോകണം, പോയി അവരുടെ ജോലി ചെയ്യണം. ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡുകൾ 100% ന്യായമാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അത് ആരോഗ്യമന്ത്രിക്കും ഈ സർക്കാരിന് മനസ്സിലാകാത്തത് അവരുടെ പരിഗണന മാറിയതുകൊണ്ടാണ്. താങ്കൾ ആശാ വർക്കർ അല്ല എന്നൊരു വിമർശനം കൂടിയാണ് CITU നേതാക്കൾ ഉന്നയിക്കുന്നത്. അതെ, ആശാവർക്കല്ല. എളമരം കരീം എപ്പോഴാണ് ആശാവർക്കറായത്? അല്ലെങ്കിൽ മറ്റു നേതാക്കൾ എപ്പോഴാണ്? CS സുജാത കഴിഞ്ഞ ദിവസം കാസർഗോഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴാണ് ആശാവർക്കറായിരിക്കുന്നത്? എന്തിന്? ആരോഗ്യ വകുപ്പിൽ പണിയെടുക്കുന്ന ആളാണോ? അപ്പൊ അങ്ങനെയാണോ മാനദണ്ഡം? ഞങ്ങൾ നിലവിലെ ഈ രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെയാണെങ്കിൽ CITU നേതാവ് ഇന്ന് എഴുതിയിരിക്കുന്ന ലേഖനം എന്തിനെഴുതിയിരിക്കുന്നു? അദ്ദേഹം എങ്ങനെ ആശാ വർക്കേഴ്സിന്റെ യൂണിയന്റെ നേതാവാകും? അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കുന്ന ചില പട്ടങ്ങൾ മാത്രമാണ്. അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ്. ഓക്കെ, എന്തായാലും അങ്ങനെയാണ് ഈ അസോസിയേഷന്റെ നിലപാട്. ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആശാ വർക്കർമാരുടെ സമരം 15ാം ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന CPM കരട് രേഖയിലെ പരാമർശത്തിൽ വിവാദം തുടരുകയാണ്. CPMന്റെ നിലപാടിനെതിരെ കോൺഗ്രസ് നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വന്നു. അതേസമയം രേഖയിലെ നിലപാടിൽ പുതുമയില്ല എന്നാണ് CPM കേന്ദ്രങ്ങളുടെ നിലപാട്. ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ CPM സന്ധി ചെയ്തിട്ടുണ്ട്, സംഘപരിവാറായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന ഒരു പുതിയ രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും
സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള CPM തീരുമാനത്തിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. BJPയും RSSും ഫാസിസ്റ്റ് അല്ല, ഇനി നാളെ അവർ പുരോഗമന ശക്തികളാണെന്ന് എപ്പോഴാണ് ഇനിയും CPM പറയുന്നത് നമ്മൾ നോക്കിയാൽ മതി. എന്തൊരു വ്യതിയാനമാണ്. അപ്പം എന്താണ് BJPയെ CPM വിലയിരുത്തുന്നത്? അത് വ്യക്തമായിട്ട് പറയണം. ഈ നയ വ്യതിയാനത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ ഒരിക്കലും BJP ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് എന്ന് വിലയിരുത്തിയിട്ടേയില്ല. വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ, ഇതാണ് ഞങ്ങളുടെ 22ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത്. വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ. ജി സുരേഷ് കുമാറിനെതിരായ പരാമർശത്തിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെതിരെ ഫിലിം ചേംബർ ഒരാഴ്ചയ്ക്കകം പോസ്റ്റ് പിൻവലിച്ച് മറുപടി നൽകണമെന്ന ആവശ്യം. താരങ്ങൾ സിനിമയ്ക്ക് അവിഭാജ്യ ഘടകം അല്ലെന്നും ഫിലിം ചേംബർ വ്യക്തമാക്കുന്നു. ആന്റണി പെരുമ്പാവൂരുമായി സംവാദത്തിനില്ലെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാറും പ്രതികരിച്ചു. അതേസമയം സിനിമാ സമരത്തെ പിന്തുണയ്ക്കേണ്ടതില്ലെന്നാണ് താരസംഘടനയായ അമ്മയുടെ നിലപാട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട്. കൃത്രിമ ശ്വാസം കൊടുക്കൽ തുടരുകയാണെന്നും വത്തിക്കാൻ അറിയിച്ചു. നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 8,040, പവന് 64,320. 18 കാരറ്റ് ഗ്രാമിന് 6,625, പവന് 53,000 രൂപയും. വെള്ളി ഗ്രാമിന് 107 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസിൽ ഹരികൃഷ്ണൻ ചേരും.